ഓക്കെ, ഇത് നമ്മൾ ബ്ലോക്ക് മാത്രമാണ് പഠിച്ചത്. ഈ കൈക്ക് ബ്ലോക്ക് വരുന്നെങ്കിൽ ഈ കൈക്ക് തന്നെ അറ്റാക്ക് കൂടെ ചെയ്ത് താഴെ ഇടാം. മനസ്സിലായോ? അപ്പോൾ ഈ കൈ തന്നെ മതി, ഇതിന് തന്നെ ബ്ലോക്ക് വരും, ഈ കൈക്ക് തന്നെ അറ്റാക്കും വരും. മനസ്സിലായോ? ഇനി അറ്റാക്കിനൊപ്പം ഇതിൻ്റെ കൂടെ ഒരു ക്യാച്ചും കൂടെ വരും. എൻ്റെ പേര് ഗൗരിനന്ദ എന്നാണ്. ഞാൻ 9th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ ബാഗ്ലെസ് ഡേ ആയിരുന്നു. ഇപ്പം ഇവിടെ നടക്കുന്നത് സെൽഫ് ഡിഫെൻസിൻ്റെ ഒരു ക്ലാസ്സാണ്. ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അറിയാം, നമുക്ക് പെൺകുട്ടികളുടെ നേരെ ഒരുപാട് അക്രമങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. അപ്പം ഇപ്പം നമ്മുടെ എതിരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് നമ്മൾ നേരിടുവാണെങ്കിൽ നമുക്ക് അതെങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ ഡിഫെൻസ് ചെയ്യാന്നുള്ളത് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നല്ലൊരു ക്ലാസ്സാണ്. പാഠപുസ്തകങ്ങൾക്ക് അപ്പുറം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. വളരെ നല്ലൊരു ക്ലാസ്സാണ്, വളരെ ഉപയോഗപ്രദമായിട്ട് തോന്നി. സെൻറ് ജോർജ് സ്കൂളിൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സെൽഫ് ഡിഫെൻസ് ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ വരുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അല്പം ആയോധന കലകൾ ആവശ്യമാണ്. ഓക്കെ, കാലം അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആരെയും ഉപദ്രവിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സ്വയരക്ഷയ്ക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്കൂളിൽ ഫാദർ പ്രത്യേകം താല്പര്യം എടുത്താണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ആരെയും ഉപദ്രവിക്കാനല്ല, മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച്, മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്വതന്ത്രമായി പോകുന്നതിനാവശ്യമായ കുറച്ച് സെൽഫ് ഡിഫെൻസ് ടെക്നിക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ വളരെ മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കാവുന്ന ടെക്നിക്കിലേക്ക് പോകും. നമുക്ക് അത്രയും ആവശ്യമില്ല. നമ്മൾ സ്വയം പരിക്കേൽക്കാതെ പോവുക, മറ്റൊരാളിൽ നിന്ന് നമുക്ക് പരിക്ക് പറ്റാതെ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവുക, പ്രശ്നങ്ങളെ അതിജീവിച്ചു പോവുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നേരെ ഒരു പഞ്ച് വരികയാണെങ്കിൽ ഒന്ന് ഇടിച്ചേ. യെസ്, ഒരു സൈഡ് പഞ്ച് ചെയ്യണം, ഒരു സൈഡ്. റെഡി? ഈ സൈഡ് പഞ്ച് ചെയ്ത് 1, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പഞ്ച് ചെയ്തേ. 1 പഞ്ച്, 1. നേരെ നിൽക്ക്. റെഡി? 1. ഫേസ് ലെവൽ വരുന്നെന്ന് വിചാരിക്കുക. യെസ്, റെഡി? ഒന്ന് ബ്ലോക്ക് ചെയ്യുക. 1 ബ്ലോക്ക് ചെയ്തേ. 1 അതല്ലോ. ഇനി ഈ കാല് മുന്നോട്ട് വെച്ചിട്ട് അയാളെ പുഷ് ചെയ്യുക. 1 അതല്ലോ. ഈ പഞ്ചിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, യെസ്, മുന്നോട്ട് ചെന്ന് പുഷ് ചെയ്യണം, ആൾ പുറമോട്ട് പോകണം. റെഡി? 1 വളട്ടെ. 1 ഇങ്ങനെ നിൽക്ക് വരണം. റെഡി? 1 നമ്മളുടെ ഫോഴ്സും കൂടി ഇതിൽ വരണം. ഓക്കെ, 1 2 ഇത് തന്നെ പഞ്ച് ബ്ലോക്ക് ചെയ്ത്. യെസ്, റെഡി? ഈ കാല് ബാക്കിലിരിക്കുന്ന കാലുണ്ടല്ലോ, കയ്യിൽ പിടിച്ചോളുക. ക്യാച്ച്. ഈ ബ്ലോക്കിനൊപ്പം പിടിക്കണം. റെഡി? റൈറ്റിലേക്ക് മുന്നോട്ട് എടുത്ത് വെച്ചിട്ട് തള്ളിയും കിട്ടാലും മതി. ബാക്ക്. റെഡി? ബാക്ക്. യെസ്, അവിടെ നിൽക്കണം. ബാക്ക്. ഇവിടെ തിണ്ടിൽ വരട്ടെ. 1 അതല്ലോ. ഒന്ന് പുഷ് ചെയ്തേ. 1 ഇവിടെ വരണം. ബാക്ക്. ഉണ്ടാ, കൈ ഫ്രീ ആയില്ലേ? അടുത്ത് വന്നില്ലേ? ഇതിലേക്ക് പിടിച്ചല്ലോ. ഇനി ഇവിടെ വരട്ടെ. ഓക്കെ, നമ്മൾ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. 1 യെസ്, ബാക്ക്. 2 കൈ കൊണ്ടും. ഓക്കെ, ഓക്കല്ലേ? ബ്ലോക്ക് ചെയ്തേ. ഈ കൈയുടെ സപ്പോർട്ട് കൊടുക്കണം, ഇതിനൂടെ സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ 2 കൈയും മറിഞ്ഞു പോകും. 2 കൈയും മറിഞ്ഞു. ഒരു കൈ കൊണ്ട് മാത്രമാകുമ്പോൾ ഇത്രേ വരത്തുള്ളൂ. ഉണ്ടാ, മറ്റേ കൈ അവിടെ നിൽക്കുന്ന കണ്ടാ,
ഒന്നിൽ നിൽക്കും. റെഡി? രണ്ട് കൈ കൂടെ എടുത്ത് ചെയ്തേ, സപ്പോർട്ട് ചെയ്തേ. റെഡി? ആ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യണം, ഇങ്ങനെ കണക്ട് ചെയ്യണം. ആ ഇങ്ങനെ ഇങ്ങനെ വരട്ട്. യെസ്, ഇവിടെ വന്നില്ലേ? ഇനി ഈ കൈ ഇവിടെ നിൽക്കുകയല്ലേ, ഈ കയ്യിൽ തന്നെ അയാളേക്ക് പിടിക്കാം. യെസ്, റെഡി? ബാക്ക് ബാക്ക്. റെഡി? എൻ്റെ പേര് MS ഗൗതമി നായർ എന്നാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ സെൻറ് ജോർജ് സെൻട്രൽ സ്കൂൾ അമ്പലത്തുംകലയിൽ പഠിക്കുന്നു. ഇന്നിവിടെ ഞങ്ങൾക്ക് തന്ന ഡിഫൻസ് ക്ലാസ്സിൽ നിന്ന് എങ്ങനെ ഒരാൾ ആക്രമിക്കുമെന്നാൽ അദ്ദേഹത്തെ പ്രതിരോധിക്കണമെന്ന പല ക്ലാസ്സുകളും പല സ്റ്റണ്ടുകളും പല രീതിയിലുള്ള അറിവുകൾ ഞങ്ങൾക്ക് ഇവിടുന്ന് നേടാൻ പറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡിഫൻസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്ത മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പാളിനും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു. യെസ്, എന്നെ നോക്കണ്ട. റെഡി? യെസ്, പിടിച്ചല്ലോ. ഇനി കൈ ഇങ്ങോട്ട്, രണ്ട് കൈ ഈ കൈ തന്നെ ഇട്. ആ ഇങ്ങോട്ട് ആൺ, ഒരുമിച്ച് വരണം. റെഡി? ആൺ പിടിച്ച് അതിൽ നോക്ക്. റെഡി? ആൺ ഇറക്ക, പിടിച്ചിട്ട് ബാക്ക്, ബാക്കിൽ ഹോൾഡ് ചെയ്യും. യെസ്, എങ്ങനെയൊക്കെ പിടിക്കാം? ഇത് നമ്മളങ്ങനെ വിട്ടു പോവാം. ആളെ മുറുകെ പിടിച്ച്. ആ യെസ്, റെഡി? ഏതെങ്കിലും ഒരു വിരൽ കിട്ടുമെന്ന് നോക്കുക. ഒന്ന് ഏതെങ്കിലും ഒരു വിരൽ കിട്ടുമെന്ന് നോക്കുക. കിട്ടുമോ? കിട്ടിയല്ലോ. രണ്ട് കണ്ട് നോക്കിയേ, കിട്ടുമെന്ന് നോക്കിയേ. ആ വിരൽ കൈ കിട്ടിയ പിന്നെ ഒന്നും നോക്കണ്ട. എന്ത് ചെയ്യാ? ഓടിച്ചേക്കുക. വലിക്കല്ല, ഓടിച്ചേക്കുക. എടേ വലിക്കുമ്പോൾ അയാൾ പോവുകയുള്ളൂ. അത് വേണ്ട, പിടിച്ചാണ്. ഒരു ചവിട്ട് കൊടുത്തേ. ആ ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ പതുക്കെ വേണം. ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ഷൂ ഇട്ടാൽ ഷൂ ഇടുന്ന ആളാണെങ്കിൽ ചവിട്ടിയിട്ട് കാര്യമില്ല. അവിടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഷൂ ഇട്ട ആളാണ് നമ്മളെ പിടിക്കുന്നത്. സാറ് പറഞ്ഞ് കാലെ ചവിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഷൂ ഇല്ല ആര് ചവിട്ടുന്നതെങ്കിൽ പോവുമോ? ഇല്ല. ഇഞ്ചുറി കുറയും. ഇഞ്ചുറി കൂടണമെങ്കിൽ ചവിട്ടുകയും ചവിട്ടുന്നതോടൊപ്പം ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. എടേ നന്നായിട്ട് ചവിട്ടിയാൽ ഒന്ന് ലൂസാവും. എടേ 1 2 അത്രയേ ഉള്ളൂ. ബാക്ക് ഇവിടെ വരും. Hello everyone, I am Univelsa Matthew. I am studying in class 8A. Today our school, St. George School Ambalthangala, conducted a very good awareness class for girls, and when we have a bad experience in their life, we can use it, and this class was very useful. I would like to thank Mr. Bhaskar and his assistant for creating such a beautiful experience for each of the girls here. And I would also like to thank our beloved father, Reverend Father Varghese Karimbalil, and our principal, Mrs. Manju Vijay, for creating a beautiful atmosphere here for all the girls.